ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പോയത് കല്ലിയൂർ ശാസ്താ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ നമുക്കിന്നൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മളെ വെൽക്കം ചെയ്യാൻ വിഘ്നേശ്വരൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല സൂപ്പർ മണ്ഡപമായിരുന്നു. അപ്പോൾ അതാ ബ്രൈഡിനെ കണ്ടില്ലേ? ബ്രൈഡും ബ്രൈഡിൻ്റെ ചേച്ചി, അമ്മ, വലിയമ്മ, അച്ഛൻ, കൊച്ചച്ഛൻ, കുഞ്ഞമ്മ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സെറ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല വർക്കൊക്കെ ഡെക്കറേഷൻസൊക്കെ സൂപ്പറായിരുന്നു. മണ്ഡപം അതിലുപരി സൂപ്പർ. അതങ്ങനെ ഇതാ ഒരു കുഞ്ഞു മനുഷ്യൻ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഇതാ പയ്യൻ്റെ വീട്ടുകാരെത്തി. ഞാൻ അവരെയും വെറുതെ വിട്ടില്ല, അവരെയും ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇതാ ചടങ്ങിലോട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പറന്നിറക്കുകയാണ്. അടുത്ത നാക്കിലെ ഇട്ടു. അതിൽ ചടങ്ങിനൊക്കെ ഉള്ള എല്ലാം തയ്യാറാക്കി വെച്ചു. വിളക്കൊക്കെ കത്തിച്ചു. പെണ്ണിൻ്റെ അച്ഛൻ വന്ന് വിളക്ക് കത്തിച്ച് രണ്ട് വീട്ടുകാരും തമ്മിൽ ജാതകം കൈമാറുകയാണ്. അങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചേട്ടൻ നേരെ ജാതകം കയ്യിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് അച്ഛന്മാരും തമ്മിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് എല്ലാവരുടെയും കാൽക്കലൊക്കെ വീഴുന്ന മാതാപിതാക്കളുടെ ഗുരുക്കന്മാരുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പയ്യന്തായിരിക്കുന്നുണ്ട്. അങ്ങനെ മോതിരം മാറ്റാൻ വേണ്ടിയിട്ട് പെണ്ണിനെയും കൂടെ വെളിയിലിറക്കി കൊണ്ടുവന്നു. അവളും എല്ലാവരെയും അനുഗ്രഹം വാങ്ങിയിട്ട് നേരെ വിരിക്കാൻ പോകുന്നുണ്ട്. മേക്കപ്പൊക്കെ സൂപ്പറായിരുന്നു. ഒരു പാവക്കുഞ്ഞിനെ പോലെ ഉണ്ടായിരുന്നു അവൾ. അപ്പോൾ ഇതാ മോതിരം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അടിപൊളി, ഒരു ബോറടി ഇല്ലാത്ത ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു. സൂപ്പറായിരുന്നു. അങ്ങനെ ഇതാ പെണ്ണിൻ്റെ അമ്മ ആകാൻ പോകുന്ന ആൾ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു. എല്ലാം സൂപ്പറായിട്ട് തന്നെ അവസാനിച്ചു. നേരെ ഞാൻ ഓടിപ്പോയി സദ്യ കഴിക്കാനിരുന്നു. അടിപൊളി സദ്യയായിരുന്നു. നല്ല സൂപ്പറായിട്ട് ഞാൻ 2 പ്രാവശ്യവും വാങ്ങി. അപ്പോഴാണ് അതേ ഇരിക്കുന്ന ആരാണ്? എൻ്റെ മാമൻ, അമ്മയുടെ സഹോദരൻ. അപ്പോഴാണ് അറിഞ്ഞത് പയ്യൻ വന്നിട്ട് മാമൻ്റെ ഭാര്യയുടെ ബന്ധുവാണെന്നുള്ള കാര്യം. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കുറച്ച് 2-3 ഫോട്ടോ സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ അതിനെ ക്രൂരമായി നോക്കുന്നുണ്ട് സെൽഫി എടുത്തത് കൊണ്ട്. പിന്നെ എൻ്റെ സന്തോഷങ്ങളൊക്കെ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളും എന്നോടൊപ്പം കൂടി എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി കല്യാണ വിശേഷങ്ങളുമായിട്ട് വരാമേ. ബായ്.